സുഭാഷിതം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ബ്ലെസ്സഡ് ഈസ് എനിവൺ ഹു ഡസ് നോട്ട് സ്റ്റംബിൾ ഓൺ അക്കൗണ്ട് ഓഫ് മീ. ഇടറിപ്പോകാത്തവൻ എന്ന് നാം വായിച്ചതിന് ഇടർച്ച വരുത്താത്തവൻ, ഇടർച്ച തോന്നാത്തവൻ, ഇടറുന്നില്ലെങ്കിൽ എന്നൊക്കെ വിവിധ ട്രാൻസ്ലേഷനുകളിൽ കാണുവാൻ കഴിയും. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെ വരുവാനിരിക്കുന്ന മശിഹയ്ക്ക് വഴിയൊരുക്കുവാൻ വന്നവനാണ് യോഹന്നാൻ. പ്രവാചക ശബ്ദങ്ങൾ നിലച്ചിരുന്ന കാലത്ത് അത് ഭേദിച്ചുകൊണ്ട് എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്നുള്ള ദൈവശബ്ദത്തിന് അനുസരണമായി ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അത്ഭുതകരമായ ജനനമുണ്ടായി. ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ് യോഹന്നാൻ. യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയെ അവന്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ വിലക്കി. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പരീശന്മാരോട് തീർത്തു പറഞ്ഞവനാണ് യോഹന്നാൻ. പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. യേശുവിനെ കുറിച്ച് ഇത്രയും സാക്ഷ്യം വഹിച്ച യോഹന്നാൻ സ്നാപകൻ അനീതിക്കെതിരെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഒരുപക്ഷെ തന്റെ പ്രതികൂല സാഹചര്യത്തിൽ മശിഹ വന്ന് യോഹന്നാൻ സ്നാപകനെ വിടുവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് യോഹന്നാൻ സംശയിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്ന് പറഞ്ഞു. യേശുവിൽ ഇടറിപ്പോകാതെ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്നും കൂടെ കൂട്ടിച്ചേർത്തു. യോഹന്നാന്റെ സംശയം നീക്കി അദ്ദേഹത്തെ ഉറപ്പിക്കുന്നതിനുള്ള വാക്കുകൾ ശിഷ്യന്മാരോട് പറഞ്ഞവരെ അയച്ചതിന് ശേഷം യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെ യേശു കർത്താവ് അംഗീകരിച്ച് സംസാരിക്കുന്നതായി തുടർന്ന് കാണുവാൻ കഴിയും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ ഈ നല്ല യേശു കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടും മറ്റ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാം സംശയിക്കാറില്ലേ? ദൈവം എന്നെ മറന്നുപോയോ? എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്റെ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ? എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരാറില്ലേ? എങ്കൽ ഇടറിപ്പോകാത്തവനാണ് ഭാഗ്യവാൻ എന്ന് യേശു കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഏത് സാഹചര്യത്തിലും യേശുവിൽ ഉറച്ചു വിശ്വസിക്കുവാനും ആ വിശ്വാസം നിലനിർത്തുവാനും നാം തീരുമാനമെടുക്കുമ്പോഴാണ് ഭാഗ്യവാന്മാരായി തീരുന്നത്. എബ്രായർ ലേഖനകർത്താവ് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആകയാൽ പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് ഭാഗ്യപദവിയിൽ എത്തിച്ചേരുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.